ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് രാജാറാം സർ. പറയൂ, എന്താ അത്യാവശ്യം ഒരു ഫോൺ ചെയ്തത്? പറയാനല്ല, ചോദിക്കാനാണുള്ളത്. എങ്കിൽ ചോദിച്ചോളൂ. ഈ രവിവർമ്മൻ സാറിനും ശ്രീലക്ഷ്മിക്കും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സംതിങ് സീംസ് റോങ് ഐ തിങ്ക്. എന്ത് പ്രശ്നം? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. രാജാറാം സർ, കം ഓൺ. അല്ല മാഡം, എന്തോ അറിഞ്ഞിട്ട് ചോദിക്കുന്ന പോലെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? കൂടുതലൊന്നും അറിയില്ല, പക്ഷേ രണ്ടുപേരും നോർമൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലല്ലാന്ന് മനസ്സിലായി. സോ ടെൽ മീ പ്ലീസ്, സാറിന് യഥാർത്ഥ കാര്യം അറിയാം. ഇന്നും എല്ലാം അറിയുന്നവനാണല്ലോ മിസ്റ്റർ രാജാറാം. എന്നാ കേട്ടോളൂ, എനിക്കറിയാവുന്നത് ഞാൻ പറയാം. ശ്രീലക്ഷ്മിക്ക് വീട്ടിലൊരു കല്യാണാലോചന നടക്കുക. ഓ ഐ സീ. ഇത്രയും പറഞ്ഞാ പോരെ? ബാക്കി സാന്ത്വന മേഡത്തിന് മനസ്സിലാവുമല്ലോ. രാജാറാം സർ, ശ്രീലക്ഷ്മിക്ക് വീട്ടിലെ വിവാഹം ആലോചിക്കുന്നതില് എന്താ ഇത്ര എക്സൈറ്റ്മെന്റ്? ഇറ്റ്സ് എൻ ഓൾഡ് ന്യൂസ്. പക്ഷേ ഇതിലൊരു പുതിയ കാര്യമുണ്ട്. പയ്യൻ മേഡം ഉദ്ദേശിക്കുന്ന ആളല്ല, മിസ്റ്റർ രവിചന്ദ്രവർമ്മൻ അല്ല എന്നർത്ഥം. വാട്ട്? പിന്നെ ആര്? അത് മേഡത്തിന് ഇവിടെ ഇൻവിറ്റേഷൻ കിട്ടും, അപ്പൊ അറിഞ്ഞാ പോരെ. തൽക്കാലം പേര് മാത്രം വേണമെങ്കിൽ പറയാം. ശ്രീലക്ഷ്മി വെഡ്സ് സച്ചിദാനന്ദൻ. ബ്രാക്കറ്റിൽ സച്ചി 26 years old. Oh my God! Unbelievable! സോറി, സത്യമാണ് ഞാൻ പറയുന്നത്. മാഡത്തിന് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. ബട്ട് ദ ഫാക്ട് ഈസ്, ശ്രീലക്ഷ്മി കല്യാണം കഴിക്കുന്നത് സച്ചിയാണ്, മിസ്റ്റർ രവിവർമ്മനെ അല്ല. അകത്തോട്ട് വന്നോട്ടെ. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, തനിക്ക് അകത്തേക്ക് വരാൻ അനുവാദം ചോദിക്കണ്ട എന്ന്. ഇല്ല സർ, കുഴപ്പമില്ല. റെസിഗ്നേഷൻ ലെറ്റർ ആണ്. ഇതിന് നജീബിക്കയുടെ കയ്യിലോ സാന്ദ്ര മാഡത്തിന്റെ കയ്യിലോ കൊടുത്തു വിടാമായിരുന്നു. പക്ഷേ സാറാണല്ലോ എനിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ തന്നത്. സാറിന്റെ മുമ്പിലാണല്ലോ ഞാൻ ആദ്യം സൈൻ ചെയ്തത്. അപ്പൊ പിന്നെ ഈ ജോലി ഞാൻ എങ്ങനെ സ്വീകരിച്ചോ അതേപോലെ തന്നെ ഇതിൽ നിന്ന് വിട്ടു ദൂരെ പോകാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്ലീസ് സർ, എന്നെ വിലക്കരുത്. ഫോർമാലിറ്റി ഒന്നും വേണ്ട ശ്രീലക്ഷ്മി, ജസ്റ്റ് ലീവ് ടു മീ, ഞാൻ നോക്കിക്കോളാം. എന്നാലും ഇക്കാര്യത്തിൽ കമ്പനിയിൽ ചില റൂൾസ് ഒക്കെ ഉണ്ടല്ലോ സർ. ഞാൻ കാരണം അത് തെറ്റാൻ പാടില്ല. ഇവിടെ ഞാൻ ചെയ്തു തീർക്കേണ്ട ജോലികളിൽ ആദ്യത്തെ ജോലിയാണ് ഈ റെസിഗ്നേഷൻ. എനിക്കും സാറിനും ഇത് പ്രധാനമല്ലായിരിക്കും, പക്ഷെ എന്റെ അച്ഛനും എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന വീട്ടുകാർക്കും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് സർ. ഭർത്താവിന് സ്വന്തം കമ്പനി ഉള്ളപ്പോ വേറെ കമ്പനിയിൽ എന്തിനാ ജോലി നോക്കുന്നതെന്ന് നാളെ മറ്റുള്ളവർ ചോദിക്കും. ഇക്കാര്യം സാറിനും അറിയാവുന്നതാണ്. ഇത് എന്റെ മരുമകൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് എങ്ങനെ ഞാൻ ഇവരോട് പറയൂ? എന്റെ ഈശ്വര, വല്ലാത്തൊരു ധർമ്മസങ്കടമാണല്ലോ ഇത്.
സത്യം പറഞ്ഞ ഇത് വേറൊരു അവസരത്തിലാണ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞാൻ വേണ്ടെന്ന് പറഞ്ഞേനെ. പക്ഷേ അമ്മയെപ്പോലെ ഒരാൾ, അതും ഈ വീട് വരെ വന്നെങ്കിൽ ഇത് ശ്രീലക്ഷ്മിക്ക് കൊടുക്കാതെ എങ്ങനെ നിരസിക്കാനാ? ഇത് ഞങ്ങൾ മോൾക്കുള്ള അമ്മയുടെ അനുഗ്രഹമായി സ്വീകരിക്കുന്നു. അതെ, ഈ ഒരു നല്ല മുഹൂർത്തത്തിൽ തന്നെ അമ്മ ശ്രീലക്ഷ്മിക്കൊരു സമ്മാനം കൊണ്ടുവന്നല്ലോ. അതാണ് ഈശ്വരാനുഗ്രഹം. തീർച്ചയായും. സരോജം, വാങ്ങിച്ചോ. മാഡം, രവി സാറ് തന്നോട്ടതാ. താങ്ക്സ് നജീബിക്ക. ശരി മാഡം. ലുക്ക് അറ്റ് ദിസ് ശ്രീലക്ഷ്മി. ഇതാണ് രാജനന്ദിനി ഫാബ്രിക്സ്. രാജനന്ദിനി കമ്പനിയല്ല. യു നോ വാട്ട്സ് ദ ഡിഫറൻസ്? അറിയാം സർ. രാജനന്ദിനി ആൻഡ് കമ്പനിയിൽ നിന്നും പുതിയതായി രജിസ്റ്റർ ചെയ്തതാണ് രാജനന്ദിനി ഫാബ്രിക്സ് എന്ന ഇൻഡിപെൻഡന്റ് സ്ഥാപനം. കറക്റ്റ്. ഇത് തനിക്ക് തരാൻ കാരണം തനിക്ക് ആവശ്യമുള്ള പല റെഫറൻസും ഇതിൽ നിന്ന് കിട്ടുമെന്നുള്ളതുകൊണ്ടാണ്. അമ്മ പ്ലീസ്, അമ്മ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് കൂടെ കേൾക്കണം പ്ലീസ്.
പ്ലീസ് അമ്മ. അമ്മ പ്ലീസ് എന്തെങ്കിലും ഒന്ന് സംസാരിക്കും. അമ്മ ഇങ്ങനെ മൗനമായിട്ടിരിക്കല്ലേ, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലത്. അമ്മ പ്ലീസ് അമ്മ. മതി, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ സംസാരിക്കണ്ടെന്ന്. നിനക്ക് എന്നോട് സംസാരിക്കാനുള്ള അവകാശമില്ല. കൈവിട്, വിടാൻ. പക്ഷെ അമ്മയ്ക്ക് എന്നെ വഴക്ക് പറയാൻ അവകാശമുണ്ട്. എനിക്ക് എന്ത് ശിക്ഷ വേണമെന്ന് തന്നോളൂ. പക്ഷെ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് മാത്രമായിരിക്കല്ലേ, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലത്. എനിക്കെന്റെ മകന്റെ അടുത്ത് സംസാരിക്കാം. പക്ഷേ നീ ഇപ്പൊ ദൈവമല്ലേ, പാവങ്ങളുടെ കൺകണ്ട ദൈവം. നിന്നോട് ഞാൻ എങ്ങനെ സംസാരിക്കാനാ? എങ്ങനെ ഞാൻ വഴക്കു പറയും? അമ്മേ വേണ്ട, നീ ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. മതിയായി എനിക്ക്. ഇത്രയും വർഷം നിനക്ക് നല്ലത് മാത്രമേ വരൂന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഇനി മതി. ഒരമ്മയ്ക്കും ഇത് സഹിക്കാൻ പറ്റില്ല. മതിയായി എനിക്ക്. മനുഷ്യനായാൽ അല്പമെങ്കിലും സ്വാർത്ഥത വേണം രവി. അല്ലെങ്കിൽ അവരും ദൈവങ്ങളെ പോലെയാകും. ബിസിനസ്സിൽ നീ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോയാൽ അതിലെന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടാലും ഒടുവിൽ നീ അത് നേടാറുണ്ടല്ലോ. എന്നിട്ടും ജീവിതത്തിൽ നീ എന്തിനാ ഇങ്ങനെ തോച്ചു കൊടുക്കുന്നേ? ഓരോ അന്യായമായ കാരണങ്ങളും പറഞ്ഞ് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ നീ തന്നെ മുന്നിൽ നിന്ന് വേറൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതിന് ത്യാഗമെന്നല്ല വിളിക്കേണ്ടത്. കാലം മുഴുവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചോ? നിന്റെ ജീവിതം കണ്ട് ഞാനും സന്തോഷത്തോടെ കഴിഞ്ഞോളാം. ഇപ്പൊ എന്നെ ഉപദ്രവിക്കാതെ ഒന്ന് പോയാ മതി. ശ്രീ, നീ തന്നെ നിന്നെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. സുദർശനങ്ങൾ ആരോഗ്യത്തോടെ ഇരുന്നെങ്കിൽ ഞാൻ തന്നെ പോയി അങ്കിളിനോട് സംസാരിക്കുമായിരുന്നു. ആകാശത്തേക്ക് നോക്കുമ്പോ സാർ എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നു കൃഷ്ണ. എന്നാ സാർ ആകാശവും ഞാൻ ഭൂമിയാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഇത്രയും നാള് വേണ്ടി വന്നു കൃഷ്ണ.
ഞങ്ങള് രണ്ടും രണ്ട് ധ്രുവത്തില. ഞാനത് മറന്നുപോയി. സ്വന്തം നാട് വിട്ട് എവിടെയെങ്കിലും പോയി ജോലി ചെയ്താ സമയത്തിന് പെണ്ണ് കിട്ടുമെന്ന് നമ്മുടെ ബന്ധുക്കളൊക്കെ ചോദിച്ചു. ഇനി വേണം അവരോടൊക്കെ പറയാൻ എന്റെ മോന് നല്ലൊരു പെണ്ണിനെ കിട്ടിയെന്ന്. ആ എങ്കിൽ ശരി, അമ്മ പോയി അവരോടൊക്കെ പറഞ്ഞിട്ട് വന്നാട്ടെ. നമുക്ക് മോതിരം വാങ്ങാൻ അടുത്ത കൊല്ലം പോകാം അവിടുന്ന്. കളിയാക്കണ്ട. നീ പൂനെ ഓസ്ട്രേലിയ എന്നൊക്കെ പറഞ്ഞ് ധൃതി പിടിച്ചു പോവാതിരുന്നെങ്കിൽ നമുക്ക് ഈ വിവാഹം ഗ്രാൻഡായിട്ട് നടത്തായിരുന്നു ഇവിടെ. ഗ്രാൻഡും വേണ്ട, ഒന്നും വേണ്ട. നമ്മളെന്തിനാ മറ്റുള്ളവരെ നോക്കുന്നേ? നോക്ക് ശ്രീലക്ഷ്മി, നമ്മൾ ജ്വല്ലറി പോയി ആ കുട്ടിക്കുള്ള മോതിരം വാങ്ങുന്നു, അവര് പോയി എനിക്കുള്ള മോതിരം വാങ്ങുന്നു. പക്ഷേ അത് പാകമായില്ലെങ്കിലോ? നമ്മളിങ്ങനെ ധൃതി കാണിക്കുന്നുണ്ടാ? അല്ലെങ്കിൽ അവർ കൂടി സമയമുള്ളപ്പോ ഒരുമിച്ച് പോയാൽ മതിയായിരുന്നു നമുക്ക്. എനിക്ക് മനസ്സിലായി മോന്റെ മനസ്സിലിരിപ്പ്. എന്നാലേ എന്റെ മോൻ കേട്ടോ, ഞാൻ സുദർശനൻ ചേട്ടനോട് സംസാരിച്ചിട്ടുണ്ട്. ജുവലറിയിലേക്ക് ആ കുട്ടിയും വരുന്നുണ്ട്. നമ്മൾ പുറപ്പെടുമ്പോ ഒന്ന് ഫോൺ വിളിച്ചാ മതി. ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. വിവാഹത്തിന് ഇത്ര ധൃതി വേണ്ടായിരുന്നേ ഉദ്ദേശിച്ചുള്ളൂ. അതെന്താ വേണ്ടാത്തെ? ആ കുട്ടി വിവാഹത്തിന് സമ്മതിച്ചു. എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്നും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്താണാവോ നിനക്ക് മാത്രം ഒരു തടസ്സം? അതല്ല ശ്രീലക്ഷ്മി, സുദർശൻ അങ്കിള് കുറച്ചുനാളുകൂടി റെസ്റ്റ് എടുത്തിട്ട് പോരെ എന്നാ എന്റെ അഭിപ്രായം. അതിന് ഞാൻ ഫോൺ ചെയ്തപ്പോ അദ്ദേഹത്തിന് അസുഖം കുറവുണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ നീ വിവാഹം കഴിക്കാൻ പോകുന്നത് ആ പെൺകുട്ടിയല്ലേ, അല്ലാതെ സുദർശനൻ ചേട്ടനെ അല്ലല്ലോ. അതല്ല ശ്രീലക്ഷ്മി, എനിക്കിപ്പോഴും ഇതിലൊരു വിശ്വാസം ഇല്ലാത്ത പോലെയാ. ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് മെസ്സേജ് അയച്ചിട്ടും ആ കുട്ടി ഒരു റിപ്ലൈ പോലും അയച്ചിട്ടില്ല. അതാണോ ഇത്ര വലിയ കാര്യം? ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കുന്നത് ആൾക്കാരെ സോപ്പിടാനാണെന്ന് എല്ലാവർക്കും അറിയാം. ആ കുട്ടിക്ക് അതിലൊന്നും വിശ്വാസം കാണില്ല, അത്ര തന്നെ. ഓ, ഒരു ന്യായം കണ്ടെത്തിയിരിക്കുന്നവൻ. അല്ല, കുഞ്ഞുമീത് എങ്ങോട്ടാ പോകുന്നത്? നിശ്ചയത്തിനുള്ള മോതിരം വാങ്ങാൻ ശ്രീ ജുവലറിയിൽ വരും. അയ്യോ, എന്റെ കുഞ്ഞമ്മ, പുറത്ത് ത്രിവിക്രമനെ ആൾക്കാരും 50,000 രൂപ മടക്കി ചോദിക്കണമെന്ന് പറഞ്ഞ് നിക്കുവാ. കുഞ്ഞമ്മ ഇപ്പൊ തന്നെ അതങ്ങ് തിരികെ കൊടുത്തേക്ക്. നിങ്ങളത് ശ്രീകുട്ടിയുടെ കല്യാണത്തിന് എടുത്ത് ചെലവാക്കുമെന്ന് അവരുടെ പേടി. എന്റെ ദൈവമേ, ആ കാശ് ഞാൻ അലമാരി സൂക്ഷിച്ചു വെച്ചിരുന്ന, പിന്നീട് അത് കാണാതായി. കാശ് കാണാതാവാനോ? കുഞ്ഞമ്മ എന്തോന്നായി പറയുന്നേ? മുമ്പ് കൃഷ്ണ ഇത് തന്നെ പറയുന്ന കേട്ടല്ലോ. പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. ഇവിടെ അലമാരയിൽ വെച്ചിരിക്കുന്ന കാശ് എങ്ങനെ കാണാതെ പോകും? അതോ 5-10 രൂപയല്ല, 50,000 രൂപയാ. ഒന്ന് പതുക്കെ പറയടി, അകത്ത് ശ്രീടച്ച കേക്കും. കേൾക്കട്ടേന്ന്, കേട്ടല്ലേ പറ്റൂ. ഇവിടെ ഇത്രയും വലിയ കാശ് കാണാതായിട്ടും കുഞ്ഞമ്മ ഒരു കുലുക്കമില്ലാതെ നടക്കുന്നതാ എനിക്ക് അത്ഭുതം. ആര് പറഞ്ഞു കുലുക്കമില്ലെന്ന്? ഞാനിനി വീട്ടിൽ നോക്കാൻ ഒരിടവും ഇല്ല. അത് ആലോചിക്കുമ്പോ തന്നെ എന്റെ നെഞ്ചിടിപ്പ് കൂടുകയാ. മഴക്കുഴി എടുക്കാൻ ആള് വരുമ്പോഴാകെ പ്രശ്നമാകാൻ പോകുന്നത്. ആ, അവിടെ പണിക്ക് ആള് വന്ന് പണിയും കഴിയാറായി. അതാ അവരിതൊരു സന്ദർഭമാക്കി കാശ് ചോദിക്കാൻ പുറത്ത് കാത്തു നിൽക്കുന്നത്. കുഞ്ഞമ്മ ഇപ്പൊ തന്നെ കാശ് കൊടുത്തേ പറ്റൂ. അയ്യോ, ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? ശ്രീടച്ചൻ ഇപ്പൊ ഇതറിഞ്ഞ ആകെ പ്രശ്നമാവുമല്ലോ. പണി കഴിഞ്ഞു, ഇനി ഞങ്ങള് പോവാ. പോവാനോ? അപ്പൊ പണി തന്നെ കൂലിയൊന്നും വേണ്ടേ? കൂലിയൊക്കെ എപ്പോഴേ തന്നു. അഡ്വാൻസ് കാശ് കിട്ടിയിട്ടാ ഞങ്ങള് പണി തുടങ്ങിയത് തന്നെ. പോവാ. കാശ് കൊടുത്തെന്ന് കേട്ടു. താനല്ലേടോ പറഞ്ഞത് സരോജൻ കാശ് മൊത്തം മുക്കിയെന്ന്? എന്നിട്ടിപ്പോ ആരാ അവർക്ക് കൂലി കൊടുത്തത്? അതിപ്പം എന്നോട് ചോദിച്ചാ. സരോജം,
ദാ വരുന്നു. ഇപ്പൊ മനസ്സിലായല്ലോ കാര്യങ്ങളുടെ കിടപ്പുവശം. സരോജത്തിനെ ഒരു ജോലി ഏൽപ്പിച്ച നിങ്ങൾ പോലും അറിയാതെ സരോജ അത് നടത്തിയിരിക്കും. ഇനിയെങ്കിലും മറ്റുള്ളവരെ കള്ളനും കള്ളിയാക്കാൻ നിൽക്കാതെ അവനെ വന്ന് നന്നാവാൻ നോക്ക്. അല്ല പിന്നെ നീ പാടി മയേ. കുഞ്ഞമ്മ എപ്പോഴാ അവർക്ക് കാശ് കൊടുത്തത്? ആര് പറഞ്ഞു കാശ് കൊടുത്തെന്ന്? തൽക്കാലം നീ മിണ്ടാതെ വാ. സരോജം, ഇപ്പോ സച്ചിയുടെ അമ്മ വിളിച്ചിരുന്നു. നമ്മുടെ സീനിയർ ശ്രീലക്ഷ്മി തന്നെ. അവരുടെ വീട്ടിലെ കിച്ചൺ റിപ്പയർ ചെയ്യാനോ മറ്റോ ആരോ വന്നിട്ടുണ്ടത്ര. അതുകൊണ്ട് സീനിയർ ശ്രീലക്ഷ്മി സ്വർണ്ണക്കടയിൽ പോകുന്നില്ല. സച്ചിയെ ഒറ്റയ്ക്ക് മോളുടെ ഓഫീസിലേക്ക് അയച്ചിരിക്കുക. അപ്പൊ ഞാൻ ആലോചിച്ചു അവർ ഒരുമിച്ച് പോയിക്കോട്ടെ എന്ന്. അങ്ങനെയാണെങ്കിൽ നീ ഇനി അങ്ങോട്ട് പോകണ്ട. പക്ഷെ ആരുടെയോ കൃപാകടാക്ഷം കൊണ്ട് കാര്യം ഭംഗിയായി നടന്നു. ആ കാശ് ഞാൻ കൊണ്ടുവന്ന് തന്നത് നിന്റെ കയ്യിലാ. അതൊക്കെ സമ്മതിച്ചു. പക്ഷെ അവിടുന്ന് എടുത്ത് എന്റെ കയ്യിൽ സൂക്ഷിക്കാൻ കൊണ്ടുതന്ന കാശ് ഇപ്പോഴും കെട്ട് പൊട്ടിക്കാതെ എന്റെ കയ്യിലുണ്ട്. എന്നിട്ടിപ്പൊ പണിക്കാരുടെ പൈസ കൊടുത്തിരിക്കുന്നു. അത് ആരെന്നാ ചോദ്യം. ഞാനും അത് തന്നെ ആലോചിക്കുന്നു അപ്പി. ആ കാശ് നമ്മുടെ ഇരിക്കുമ്പോ പണിക്കാരുടെ കാശ് സെറ്റിൽ ചെയ്തിരിക്കുന്നു. അത് സരോജോ സുദർശനോ അല്ലെന്നുള്ളത് ഉറപ്പാ. അതെ, എല്ലാരും ഒന്ന് പോയേ. കാശൊക്കെ അവർ തരും. അതല്ല, ഇപ്പോ ഈ നിമിഷം തന്നെ കാശ് കിട്ടിയേ പറ്റൂന്നുള്ളവർക്ക് നിക്കാം. ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തരും അവരുടെ കാശ്. ആ, അപ്പൊ പിന്നെ അവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കുന്ന ഒരാളെ കാണൂ. ആ രവിചന്ദ്രവർമ്മൻ തന്നെ. ആ സാറ് വലിയ പുള്ളിയല്ലേ. അങ്ങേര് ഇവിടെ വന്ന് കൂലി കൊടുക്കാനൊക്കെ നിൽക്കൂ. എന്റെ മണ്ടി പപ്പി, നിനക്ക് എന്റെ മോൻ ദീപുവിന്റെ ബുദ്ധിയായി പോയല്ലോ. രവിചന്ദ്രവർമ്മൻ മാളിക മുകളിലേ ഇരിക്കൂ. അയാൾക്ക് വേണ്ടി ആജ്ഞകൾ നിറവേറ്റി കൊടുക്കാൻ ഒരു ലെഫ്റ്റനന്റ് ഉണ്ടല്ലോ അവിടെ. ഇവിടെ നമ്മുടെ കയ്യിൽ നിന്ന് ആ സരോജത്തിന്റെ തലയും രക്ഷിച്ചോണ്ട് പോയത് അയാളുടെ ലെഫ്റ്റനന്റാ. ആ രാജാറാം എന്ന വൃത്തികിട്ടവൻ തന്നെ. അയ്യോ സാർ, ഫ്രണ്ടിലിരിക്കാം. ഏയ് നോ നോ നോ, നിങ്ങൾ രണ്ടാളും മുമ്പിലിരുന്നോളൂ. ഐ എം കംഫർട്ടബിൾ ഹിയർ. ബട്ട് സാർ. വേണ്ട സച്ചി, ഇത് വർമ്മൻ ഗ്രൂപ്പിന്റെ പ്രമിസസാ. ഓ, ഇവിടെ ബോസ് വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കും. മാത്രല്ല, നമ്മുടെ കൊച്ചു വണ്ടിയിലൊക്കെ കയറുന്നത് തന്നെ സാറിന് വലിയ പ്രശ്നമായിരിക്കും. എന്ന് ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വെറും തന്റെ സങ്കല്പങ്ങളല്ലേ. നന്നായിട്ടൊന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് തന്നെ ഒരു ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു. അല്ല സാർ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നമുക്ക് സാറിന്റെ കാര്യത്തിൽ തന്നെ പോവാം. പ്രോബ്ലം ഇല്ല. എന്ത് ബുദ്ധിമുട്ട്? സി, വാഹനം ഏതായാലും ഇനി നിങ്ങൾ ഒരുമിച്ചല്ലേ മുന്നോട്ട് ജീവിക്കേണ്ടത്. കയറിക്കോളൂ പ്ലീസ്. ശരി സാർ. സുരേഷ്മി പ്ലീസ്. നമസ്കാരം സർ. ആ, നമസ്കാരം. ഏതെങ്കിലും പർട്ടിക്കുലർ ഡിസൈൻ നോക്കുന്നുണ്ടോ സർ? അതോ എൻഗേജ്മെന്റിന് ഇടുന്ന റിംഗ് ആണ്. ഓക്കെ സർ. സർ, കുടിക്കാൻ എന്താ വേണ്ടത്? കോഫി എടുക്കാൻ പറയട്ടെ? ഓർ സംതിങ് കൂൾ? ഏയ്, ഒന്നും വേണ്ട, താങ്ക്സ്. ഓക്കെ. രവിവർമ്മൻ സാർ കൂടി ഉള്ളതുകൊണ്ട് നമുക്കിവിടെ VIP ട്രീറ്റ്മെന്റ്. സർ, ലാസ്റ്റ് ടൈം സാർ വാങ്ങിയ ഡയമണ്ട് റിംഗ്
ഞാൻ 6 എന്ന അക്ഷരമുള്ള മോതിരം സെലക്ട് ചെയ്യാനുള്ള കാരണം സച്ചിക്ക് അറിയില്ല. 6 എന്നാൽ രവിചന്ദ്രവർമ്മൻ എന്ന അർത്ഥം. മറ്റൊരക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു പേര് സെലക്ട് ചെയ്യാൻ ഈ ശ്രീലക്ഷ്മിയെ കൊണ്ടാവില്ല. വീണ്ടും കണ്ണു നിറഞ്ഞല്ലോ. തനിക്കൊരു കാര്യം അറിയോ? നമ്മൾ ഒരാളിന്റെ മുന്നിൽ മനസ്സ് തുറന്ന് കരയുകയാണെങ്കിൽ അയാൾ നമുക്ക് വേണ്ടപ്പെട്ട ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ താൻ എന്റെ മുന്നിൽ കരയുന്നുണ്ടെങ്കിൽ ഞാനും തനിക്ക് വേണ്ടപ്പെട്ട ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താൻ കണ്ണുടയ്ക്ക്. സി, ഇന്ന് ഞാൻ രവിവർമ്മൻ സാറിനെ നിർബന്ധിച്ച് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് സത്യത്തിൽ തനിക്ക് വേണ്ടിയിട്ടാ. ഞാൻ മാത്രം തന്റെ കൂടെ വന്നിരുന്നെങ്കിൽ ചിലപ്പോ ഞാനൊരു അപരിചിതനായിട്ട് തനിക്ക് തോന്നുമായിരുന്നു. നമ്മൾ അത്രമാത്രം അടുത്തിട്ടില്ലല്ലോ. അതാ സാറിനെയും കൂടെ വരാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പോ തന്റെ കണ്ണീരിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാനും തനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണെന്ന്. താങ്ക് യു സർ. ഞാൻ പോയി ബില്ല് പേ ചെയ്തിട്ട് വരാം. ബില്ലെടുത്തോളൂ. സർ ഓൾറെഡി ബില്ല് പേ ചെയ്ത് കഴിഞ്ഞു. രവിവർമ്മൻ സാറാ പേ ചെയ്യാൻ പറഞ്ഞത്. വാട്ട് ഈസ് ദിസ് സർ? എന്തിനാ സാർ ബില്ല് പേ ചെയ്ത്? ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് എ പ്രസന്റ് ഫോർ ബോത്ത് ഓഫ് യു. ബട്ട് സർ, ദിസ് ഇസ് നോട്ട് ഫെയർ. സച്ചിക്ക് ഇപ്പൊ മനസ്സിലായോ? ഇതിനാ ഞാൻ പറഞ്ഞത് രവി സാറിനെ പർച്ചേസിങ്ങിന് കൂട്ടിക്കൊണ്ട് വരണ്ടാന്ന്. എല്ലാ ഉത്തരവാദിത്തങ്ങളും കൂടി സ്വയം ഏറ്റെടുക്കുന്ന ഒരു ദുശീലം നമ്മുടെ ബോസിനുണ്ട്. നമുക്ക് ഒരു ഓപ്ഷനും തരില്ല. എല്ലാം സാറ് തന്നെ അങ്ങ് തീരുമാനിക്കും. ശ്രീലക്ഷ്മി പ്ലീസ്, ബോസിന്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പോത്താൻ സാർ എന്ത് വിചാരിക്കും? ഇറ്റ്സ് ഓക്കെ, ടേക്ക് ഇറ്റ് ഈസി. ഇത് പാക്ക് ചെയ്തോളൂ. ഈശ്വര്യമ്മ ശരിയായ സമയത്ത് തന്നെ വന്നു. ഈശ്വര്യമ്മയുടെ വാക്കുകൾ സത്യമായിട്ട് വരട്ടെ. ആ പൈസ എടുക്ക. അമ്മയ്ക്ക് അറിയാത്തതായി ഒന്നുമില്ല. മോളുടെ കല്യാണാലോചന നടന്നുകൊണ്ടിരിക്കുക. എല്ലാം ഭംഗിയായി നടക്കാൻ അമ്മ അനുഗ്രഹിക്കണം. ഈ വിവാഹം എന്നേ തീരുമാനിച്ചു കഴിഞ്ഞതാണ് സരോജം. ബാക്കിയുള്ളതെല്ലാം വെറും മായ മാത്രം. ഭൂമി എത്ര ചുറ്റിയാലും ഒടുവിൽ തുടങ്ങിയിടത്ത് തന്നെ വന്നെത്തിച്ചേരും. അതിനെ തടയാൻ ആർക്കും കഴിയില്ല. അതുപോലെ എല്ലാം തുടങ്ങിയിടത്ത് തന്നെ തിരികെ വരും. വിശ്വസിക്കാം. അമ്മ പോയിട്ട് വരാം. ആ മോളെ ഒന്ന് അനുഗ്രഹിച്ചിട്ട് പോവൂ ഈശ്വര്യമ്മേ. ആ എന്നെ അമ്മ അയച്ചിരിക്കുന്നത് തന്നെ അതിനുവേണ്ടിയാണ് സരോജം. മകളെ ലക്ഷ്യത്തിലെത്തിക്കുന്നതുവരെ അമ്മയുടെ ആശീർവാദവും അനുഗ്രഹവും കൂടെ ഉണ്ടാവും. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മ പോയിട്ട് വരാം മകളെ. രവി മതി, സ്റ്റോപ്പ് ഇറ്റ്. കുറെ നേരം ആയല്ലോ. നീ എന്ത് പ്രാന്തായി കാണിക്കുന്നത്? എൻഗേജ്മെന്റ് റിംഗ് വാങ്ങാൻ പോയതിന്റെ ദേഷ്യമാണോ ഇതൊക്കെ? അതിന് ഈ ക്യാനുകൾ എന്ത് വിളിച്ചു? നീ പോയി നേരിട്ട് വെടിവെച്ച് കൊല്ല്. നിനക്ക് ദേഷ്യമുള്ള എല്ലാത്തിനെയും. നിനക്ക് എന്താ വേണ്ടത്? വൈ ആർ യു ഡിസ്റ്റർബിംഗ് മീ? ഐ ആം നോട്ട്. നീ എന്നെ ഏൽപ്പിച്ച ഒരു ജോലിയുണ്ട്. ഞാൻ ശമ്പളം കൈപ്പറ്റുന്ന എന്റെ ജോലി. ഞാൻ അതാണ് ചെയ്യാൻ നോക്കുന്നത്. ഐ ആം നോട്ട് ഡിസ്റ്റർബിംഗ് യു. നിന്റെ ജോലി എന്റെ സെക്യൂരിറ്റിയും ഹെൽത്ത് കണ്ടീഷൻ നോക്കലുമാണ്. എന്റെ ഫയറിംഗ് സ്ഥലത്ത് വന്ന് തടയലല്ല. ഹെൽത്ത് കണ്ടീഷനിലെ
മെന്റൽ ഹെൽത്തും ഉൾപ്പെടും രവിവർമ്മൻ സാർ. അങ്ങനെ നോക്കിയാൽ യു ആർ സിക്ക് നൗ. താങ്കളെ ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കുക എന്റെ കർത്തവ്യമാണ്. എന്താ, നമുക്കൊരു മെന്റൽ ഹോസ്പിറ്റലിൽ പോയി ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടാലോ? സാർ എന്ത് പറയുന്നു? രവി നോക്ക്, നീ ഒരു വാക്ക് പറഞ്ഞാ മതി, ആ സച്ചിയെ ഈ നിമിഷം പൂനെയിലേക്ക് മടക്കി അയക്കാം, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് നാട് കടത്താം. നീ എന്ത് പറയുന്നു? നോ, എനിക്ക് അയാളോട് ഒരു വിരോധമില്ല. ഈസ് എ നൈസ് സ്റ്റാഫ്. എങ്കിൽ പിന്നെ അത് വിട്. നമുക്ക് ആ ഡോക്ടറെ വിളിച്ച് സുദർശനന്റെ ഹെൽത്ത് കണ്ടീഷനെ പറ്റി ഒന്നുകൂടി അന്വേഷിക്കാം. അയാൾ ഓക്കെ ആണെങ്കിൽ നീ പോയി സുദർശനോട് നേരിട്ട് സംസാരിക്കേ, ആ കുട്ടിയെ കെട്ടിച്ചു തരാൻ. ഏതായാലും ഈ ആധുനിക കാലഘട്ടത്തിലും ഇതുപോലുള്ളവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുക എന്ന് പറയുന്നത് വെരി ഇൻട്രസ്റ്റിംഗ്. ഈ കാലത്തൊന്നല്ല, എല്ലാ കാലത്തും ഇതുപോലുള്ളവരുണ്ടാവും. ചിലതൊക്കെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. കാരണം മനുഷ്യരുടെ ബുദ്ധിക്ക് അതീതമായ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. ആ, ശരിയായിരിക്കാം. എന്നാ പിന്നെ നടക്കട്ടെ, ഞാൻ പോയിട്ട് വരാം. ശരി മരുമോനെ. ആ മോളെ, നീ സച്ചിയെ യാത്രയാക്കിട്ട് വാ. ഏയ് വേണ്ട വേണ്ട, ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. ഇറ്റ്സ് ഓക്കെ. ശ്രീലക്ഷ്മി, കാല് ശ്രദ്ധിക്കണം കേട്ടോ. ശരി, സീ യു എവരിബഡി. ആ ബൈ. മോളെ ചെല്ല്. ആ ചെല്ല്. ഞാൻ തന്നെ ഉടനെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇങ്ങനെ നിർബന്ധിച്ച് അവളെ വിവാഹം കഴിപ്പിച്ചു വിട്ടാ അവൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ലെന്ന് തീർച്ചയാ. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പോരെങ്കിൽ ഞാനും എന്തൊക്കെയോ പറഞ്ഞ് സാറിനെ കുത്തി നോവിച്ചു. സാറാകെ തകർന്ന അവസ്ഥയിലായിരിക്കുന്ന ഉറപ്പാ. ശ്രീ, ഒരു കാര്യം ഏതായാലും എനിക്ക് ഉറപ്പുണ്ട്. തക്കതായ എന്തെങ്കിലും കാരണമില്ലാതെ ഈ ബന്ധത്തിൽ നിന്ന് സാർ ഒഴിഞ്ഞു മാറില്ല. അവസരം കിട്ടുമ്പോഴൊക്കെ നീ സാറിനെ ഓരോന്ന് പറഞ്ഞ് കുത്തി നോവിക്കാതെ കാര്യങ്ങളായിട്ട് തന്നെ മനസ്സിലാക്കാൻ നോക്ക്. ഇനിയും വൈകിട്ടില്ല എല്ലാം ശരിയാകാൻ. അതിനെനിക്ക് സാറ് പിടി തരണ്ടേ കൃഷ്ണ. എന്താണ് സാറിന്റെ മനസ്സിലുള്ളതെന്ന് എത്ര അറിയാൻ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. ചോദിച്ചാ ഉഴപ്പിക്കളയും. നിനക്കറിയോ, ഇപ്പോഴും എന്റെ മനസ്സിൽ രവി സാർ മാത്രമേ ഉള്ളൂ. ആ സച്ചിയെ ഭർത്താവായി ചിന്തിക്കാനേ കഴിയുന്നില്ല എനിക്ക്. ഇന്ന് സച്ചിക്ക് മോതിരം സെലക്ട് ചെയ്തപ്പോ പോലും 6 എന്ന അക്ഷരം കൊത്തിവെച്ച മോതിരങ്ങളാ എന്റെ കണ്ണിൽ പെട്ടതും. ഒടുവിൽ സച്ചി അത് തന്നെ മതിയെന്ന് പറഞ്ഞു. സച്ചി അത് തന്നെ മതിയെന്ന് പറഞ്ഞോ? 6 പറഞ്ഞ രവിചന്ദ്രവർമ്മൻ എന്നല്ലേ വരൂ. എങ്ങനെയാ അത് സച്ചി ആവുന്നത്? പാവം, സച്ചിക്കൊന്നും മനസ്സിലായില്ല. ഞാനത് ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ടെടുത്തതല്ലേ, അതുകൊണ്ട് തനിക്കത് സംതിങ് സ്പെഷ്യൽ ആണല്ലോ എന്ന് പറഞ്ഞ് സച്ചി തന്നെ അതങ്ങ് എടുത്തത്. എനിക്കും ആലോചിക്കുമ്പോ അത്ഭുതം തോന്നുന്നുണ്ട്. സച്ചി മനഃപൂർവ്വം അത് സമ്മതിച്ചതാണോ അതോ അത്രയ്ക്കൊരു നിഷ്കളങ്കനാണോ എന്ന്. ഇന്ന് ഓഫീസിലെ ലിഫ്റ്റിന് മുന്നിൽ വെച്ചൊരു സംഭവം ഉണ്ടായി. സച്ചി അവിടെ ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് കൂളായിട്ടായിരുന്നു ഇടപെട്ടത്. ഇനിയെങ്കിലും സരോജം ഒരു കാര്യം മനസ്സിലാക്കുക. തമ്മിൽ അകലുക എന്നത് ഞാനും ശ്രീലക്ഷ്മിയും പരസ്പരം സമ്മതിച്ചെടുത്ത തീരുമാനമാണ്. എന്നെപ്പോലെ അവൾക്കും അവളെപ്പോലെ തന്നെ എനിക്കും നെഞ്ച് തകർന്നു പോകും എന്നറിഞ്ഞുകൊണ്ടെടുത്ത തീരുമാനം. കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബത്തിന് സമാധാനം വേണം. ഇതാണ് ശരിയായ തീരുമാനമെന്ന് ഞങ്ങൾ രണ്ടുപേരും വിശ്വസിക്കുന്നു സരോജ. അതാണ് സത്യം. ഏതായാലും
ശ്രീലക്ഷ്മിയുടെ അച്ഛന്റെ അവസ്ഥ നന്നായി അറിയാമായിരുന്നിട്ടും സരോജമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത് അത് ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് അറിയുമ്പോ രണ്ട് കൈയും കൂപ്പി നിൽക്കാൻ എനിക്ക് കഴിയുന്നുള്ളൂ. അല്ലാതെ എനിക്കിപ്പോ സരോജമ്മയുടെ ഈ ആവശ്യം നിറവേറ്റാൻ കഴിയില്ല എന്ന് പറയുന്നതിൽ സങ്കടമുണ്ട്. ദയവീത് സരോജമ്മ എന്നോട് ക്ഷമിക്കണം. ഇപ്പോൾ ഈ തീരുമാനം അലസിപ്പോകുന്നത് സരോജമ്മയെ വിഷമിപ്പിക്കും. പക്ഷെ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ മനസ്സിലാവും ഇത് തന്നെയായിരുന്നു ശരിയെന്ന്. ശ്രീലക്ഷ്മിക്ക് സച്ചിയുമായിട്ടുള്ള വിവാഹം തന്നെയാണ് എന്തുകൊണ്ട് യോജിച്ചത് സരോജമ്മ. ഇനിയെങ്കിലും വിശ്വസിക്കൂ പ്ലീസ്. പക്ഷെ സാർ, എന്റെ മോള് സാറിനുള്ളതാണ്. സ്വന്തം മനസ്സിൽ സാറ് തന്നെയാണ് അവളുടെ ഭർത്താവെന്ന് അവള് തീരുമാനിച്ചെന്ന് എനിക്കറിയാം. ഞാൻ അവളെ പെറ്റമ്മയാണ് സർ. അവളുടെ മുഖം കാണുമ്പോ എനിക്കത് മനസ്സിലാവും. ആ തീരുമാനം മാറിക്കഴിഞ്ഞു സരോജമ്മ. മാത്രമല്ല ഇപ്പൊ ഈ 11 മണിക്കൂറിൽ നമ്മൾ ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ പോലും പാടില്ല. നാളെ ശ്രീലക്ഷ്മിയുടെ എൻഗേജ്മെന്റ് ആണ്. നമ്മളെല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ നടത്തി കൊടുക്കുകയാണ് വേണ്ടത്. തലേന്ന് രാത്രിയുള്ള ഈ ഒളിച്ചോട്ടമല്ല. ഏതായാലും ഇത് അസമയായി പോയി. കുറച്ചുകൂടെ കഴിഞ്ഞ് നേരം എടുത്തിട്ട് ഞാൻ തന്നെ വീട്ടിലാക്കി തരാം. തൽക്കാലം സരോജമ്മ വണ്ടിയിൽ കയറിയട്ടെ. കുറച്ചുനേരം വണ്ടിയിലിരുന്നൊന്ന് സമാധാനപ്പെട്ടിട്ട് വേണം രാവിലെ കോളനിയിലെത്താൻ. വരൂ, കയറിയിരിക്കും. അദ്ദേഹം എന്റെ ഒരു റിയൽ വെൽവിഷറാണ്. അദ്ദേഹത്തിന്റെ ആശംസകൾ എനിക്ക് ഈ രൂപത്തിൽ തന്നു. അപ്പൊ അതിനെ എങ്ങനെ തിരികെ കൊടുക്കും നമ്മൾ? എന്നാലും ഇതൊക്കെ പയ്യന്റെ വീട്ടുകാർ വാങ്ങേണ്ടതല്ലേ? അതല്ലേ അതിന്റെ ഒരു ട്രഡീഷൻ? ആയിരിക്കാം. സി, ഞാൻ വിവാഹത്തിന് സമ്മതിച്ചതിന്റെ സന്തോഷം അമ്മയ്ക്ക്, ഒരു ജോഡിക്ക് ഒരു മോതിരം ഗിഫ്റ്റായി വാങ്ങിക്കൊടുത്തതിന്റെ സന്തോഷം അദ്ദേഹത്തിന്. അപ്പൊ എല്ലാ കണക്ക് ശരിയായില്ലേ എന്റെ മാത്സ് ടീച്ചറിന്? നീ എന്നെ മാത്സ് ഒന്നും പഠിപ്പിക്കാൻ വരണ്ട. ഏതിനും ശരി, ഞാനായിട്ട് ആരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നില്ല. ഇറങ്ങാൻ നമുക്ക്. ഞാനേ എന്റെ ഫോൺ എവിടെയെന്ന് നോക്കട്ടെ. ഇതെന്താ രണ്ടുപേരും കൂടി രാവിലെ എവിടെ പോകുന്നു? ശ്രീലക്ഷ്മിയുടെ എൻഗേജ്മെന്റ് ഇന്നല്ലേ മദറല്ലോ? ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാ. എന്തിന്? ആ കുട്ടി നമ്മുടെ ബന്ധുവൊന്നും അല്ലല്ലോ, വെറും ഒരു ഓഫീസ് സ്റ്റാഫ് മാത്രം. രവി മാത്രം ആ ചടങ്ങിന് പോയാൽ മതി. നമുക്കതുമായി ബന്ധമൊന്നുമില്ല. പക്ഷെ അമ്മ, ശ്രീലക്ഷ്മി നമ്മളെ പ്രത്യേകം ക്ഷണിച്ചല്ലേ? മാത്രമല്ല അമ്മയ്ക്കും ആ കുട്ടിയോടൊരു ആത്മബന്ധം. ഓ, അതിലൊന്നും അത്ര വലിയ കാര്യമൊന്നുമില്ല. അവരൊരു മര്യാദയ്ക്ക് ക്ഷണിച്ചൊന്ന് കരുതിയാ മതി. മാത്രമല്ല അവര് തന്നെ അവരുടെ വീട്ടിലെ സൗകര്യം അനുസരിച്ച് ചെറിയ രീതിയിലാ എൻഗേജ്മെന്റ് നടത്തുന്നത്. ഇനി നമ്മളെല്ലാരും കൂടി അങ്ങോട്ട് കയറി ചെന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. രഘു ഓഫീസിൽ പോകാൻ നോക്ക്. രേഖയ്ക്ക് വേണമെങ്കിൽ കൂടെ പോകാം, ഇല്ലെങ്കിൽ വീട്ടിലിരുന്നാ മതി. ബ്ലഡി ഹെൽ, രാവിലെ സന്തോഷത്തോടെ ഇറങ്ങിയപ്പോഴേ എനിക്കറിയായിരുന്നു എന്തെങ്കിലും തടസ്സം വരുമെന്ന്. രഘു, ഐ എം നോട്ട് കമ്മിങ്. രഘുവിന്റെ കാര്യം രഘു തീരുമാനിച്ചാ മതി. ഓറങ്ങോട്ട്. രേഖ, രേഖ നിക്ക്, ഞാനൊന്ന് പറയട്ടെ. രേഖ, 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 അവിടെ നിക്ക്. എന്തുപറ്റി? അമ്മ പറഞ്ഞു ശ്രീലക്ഷ്മിയുടെ എൻഗേജ്മെന്റിന് പോണ്ടാന്ന്. രേഖ,
ശ്രീലക്ഷ്മിയുടെ എൻഗേജ്മെന്റിന് നമ്മളെല്ലാരും പോകണ്ടേ? അമ്മ എന്താ റെഡിയാകത്ത്? മാത്രമല്ല രഘുവിനെയും അനിയത്തിക്കുട്ടിയും തടയുകയും ചെയ്തു. ഞാൻ രാവിലെ എഴുന്നേറ്റ് റെഡിയായി പോകാൻ ഇതെന്താ എന്റെ മോന്റെ വിവാഹ നിശ്ചയമാണോ അവിടെ? അല്ലല്ലോ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇന്നലെ രാത്രി ഞാൻ കണ്ട അമ്മയല്ലോ ഇത്. അമ്മ എനിക്ക് തന്ന പ്രോമിസ് ഒക്കെ മറന്നു എന്ന് തോന്നുന്നു. ഞാൻ എന്തു പറഞ്ഞു നിന്നെ അനുഗ്രഹിക്കും മോളെ? നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ മകനോടാണെങ്കിൽ എനിക്കെന്തെങ്കിലും ദേഷ്യപ്പെടാമായിരുന്നു. നിന്റെ മുൻപിൽ നിൽക്കുമ്പോ ഞാൻ അറിയാതെ നിന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെടുമോന്ന് ഭയം എനിക്കുണ്ട്. ഇതെന്തായാലും നിനക്ക് തന്നെ വന്ന് ചേരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇത് വേണം മോളിന്ന് ധരിക്കാൻ. ഇതെല്ലാം എന്തിനാണമ്മ? വേണ്ടെന്ന് പറയരുത് മോളെ, പ്ലീസ്. അമ്മ വന്നെന്നെ അനുഗ്രഹിച്ചത് തന്നെ എന്റെ ഭാഗ്യാണ്. ഇതൊന്നും വേണ്ട എനിക്ക്. അമ്മ ഇത് തിരികെ കൊണ്ടുപോകണം. എന്റെ കയ്യിൽ നിന്ന് ഇതെങ്കിലും വാങ്ങു മോളെ. ആ ഒരു ദയെങ്കിലും മോള് കാണിക്ക്. അമ്മ പ്ലീസ് അമ്മ, ഇങ്ങനൊന്നും സംസാരിക്കല്ലേ. എന്റെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയില്ലെന്ന് പറഞ്ഞല്ലോ. അത്രയെങ്കിലും ആശ്വാസം എനിക്കുണ്ട്. അമ്മ ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എത്തിയോ? വരൂ വരൂ. സർ, ഐ ആം സോ എക്സൈറ്റഡ്. സാറാണ് ഇവിടെ എല്ലാരും വെൽക്കം ചെയ്യാൻ നിൽക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ ഇത്. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു ശുഭകാര്യമാണ്. അപ്പോ നമ്മൾ തന്നെ വേണ്ടേ എല്ലാരും വെൽക്കം ചെയ്യാൻ, അല്ലാതെ വേറെ ആരാ? അതെ അതെ. പിന്നെ ഇവിടെ വെൽക്കം ചെയ്യാൻ അന്യരാരുമില്ല. നമ്മള് ബന്ധുക്കൾ 5-6 പേരേ ഉള്ളൂ. പിന്നെ ശ്രീമോളുടെ 1-2 കൂട്ടുകാരികൾ വരും, അത്ര തന്നെ. സാറിന്റെ വീട്ടിലെ കാര്യത്തിന് സാറിന്റെ അമ്മയും അനിയനും അനിയത്തിക്കുട്ടിയൊന്നും വന്നില്ല ഇതുവരെ? അമ്മ വന്നിരുന്നു, ഇപ്പൊ പോയതേ ഉള്ളൂ. ഓ, പിന്നെ ശ്രീലക്ഷ്മിയുടെ അച്ഛൻ പറഞ്ഞിരുന്നില്ലേ, ഒരാൾക്കൂട്ടം ഒഴിവാക്കിയാണ് നമ്മൾ. കല്യാണം വരട്ടെ, എല്ലാരും വിളിച്ചോളാം നമുക്ക്. ഒരു തരത്തില് അത് തന്നെയാ നല്ലത്. മോതിര കൈമാറ്റത്തിന് പെണ്ണും ചെറുക്കനും അവരുടെ പേരൻസും മാത്രം മതി. ബാക്കിയല്ല അനാവശ്യമാ സാർ. അങ്കിൾ, മകളുടെ നിശ്ചയാണെന്ന് വെച്ച് അധികം ശരീരം നനക്കണ്ട കേട്ടോ. ഒരു ഹാർട്ട് സർജറി കഴിഞ്ഞ കാര്യമൊന്നും മറന്നു പോകരുത് ആവശ്യത്തില്. ഏയ്, അതെങ്ങനെ മറക്കും മരുമോനെ? ശരിക്കും പറഞ്ഞ എന്റെ ഹാർട്ടിന് വേണം നന്ദി പറയാൻ. അന്ന് ആൻജിയോഗ്രാം ചെയ്തില്ലായിരുന്നെങ്കില് നമ്മൾ തമ്മിൽ പരിചയപ്പെടില്ലായിരുന്നു. ഇതുപോലൊരു ചടങ്ങ് നടക്കില്ലായിരുന്നു. അത് ശരിയാ. ഈ രക്തബന്ധം എന്നൊക്കെ പറയും പോലെ ഒരു ഹൃദയബന്ധം അല്ലേ ചേട്ടാ? അതെ ടീച്ചറെ, നമ്മൾ തമ്മിൽ ഹൃദയബന്ധം തന്നെയാ. അതിനൊരുപാട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദി. അയ്യോ, എന്താ അങ്കിൾ ഇത്? ഒരു ചെറിയ വിഷയം കിട്ടിയാൽ മതി, അപ്പൊ സെന്റി ആയിക്കോളൂല്ലോ.
ഗുഡ് മോർണിംഗ്. ആ ദേ, നായികയുടെ ഫ്രണ്ട്സ് എത്തിയല്ലോ. ആ അതെ, ഈ പൂവിന്റെ അവകാശം നമ്മുടെ ഇന്നത്തെ ഹീറോയ്ക്ക്. അതിങ്ങനെ ദാ സർ. താങ്ക് യു. പൂ എന്തിനാണെന്ന് അറിയാലോ? മോതിരം മാറ്റത്തിന് മുമ്പ് ചെറുക്കൻ പെണ്ണിനിത് നൽകണം. റോസ് ഈസ് ഓൾവേസ് എ സിമ്പിൾ ഓഫ് ലവ്. എന്താ, ശരിയല്ലേ? തീർച്ചയായും സർ. താങ്ക് യു വെരി മച്ച്. ചെല്ലേ. തിരുമേനി, നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം.